സത്യത്തിൽ അനുഖേച്ചി എനിക്ക് തന്ന ദാനം മാത്രോ ആകാശേട്ടൻ. നീ അങ്ങനെ ഒന്നും കരുതണ്ട. ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം മാത്രം. എല്ലാ ഇഷ്ടങ്ങളും നടക്കണമെന്നില്ലല്ലോ. എന്നുവെച്ച് പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയെ അവരെ സ്നേഹിക്കാതിരിക്കോ? നിന്റെ സ്നേഹം ഇരട്ടിയായി തന്നെ ആകാശേട്ടൻ നിനക്ക് തിരിച്ചു തരും. നിന്നെ ആകാശേട്ടൻ പൊന്നുപോലെ നോക്കും. അതെനിക്ക് ഉറപ്പാ. എന്തായാലും ആകാശേട്ടൻ വിളിച്ചല്ലേ, നീ ഒന്ന് തിരിച്ചു വിളിച്ചേക്ക്. എനിക്കിപ്പോ എന്തോ ആകാശേട്ടനോട് സംസാരിക്കാൻ ഒരു മടിയാ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. സത്യത്തിൽ ഞാൻ പിടിച്ചു വാങ്ങിയ സ്നേഹമല്ലേ ചേച്ചി അത്? നീ വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിക്കണ്ട. ആകാശേട്ടന്റെ മനസ്സിൽ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. ആ ദേ പിന്നെയും വിളിക്കുന്നു. നീ സംസാരിക്കേ. ചെല്ലടി. ഹലോ ആകാശേട്ടാ. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ഇത് എന്തുദ്ദേശിച്ചിട്ടാ? എടി, എന്ത് വിശ്വസിച്ച കലാവതിയെ പഞ്ചരത്നത്തിലേക്ക് അടുക്കാൻ വിടുന്നേ? അല്ല, അത് പിന്നെ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ ഒരാളെ. മണ്ണാൻ കെട്ടയാ. പിന്നെ സ്വന്തം തെറ്റ് തിരിച്ചറിയുന്നു. അവരെന്ത് ചെയ്താലും അതിന് പിന്നിൽ അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട്. എല്ലാത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ 5 പേരുമല്ലേ? എന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്ന എനിക്കിതുവരെ മനസ്സിലാവാത്ത. നിങ്ങളുടെ അമ്മ മരിച്ചപ്പോ അച്ഛൻ്റെ 2ാം ഭാര്യയായിട്ട് കയറി വന്നവര് കൊച്ചു കുട്ടികളായിരുന്ന നിങ്ങൾ 5 പേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അവിടെ നിങ്ങോട്ടവര് നിങ്ങളെ എപ്പോഴെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? അമൃതേച്ചിയുടെ കല്യാണം മുടക്കിയതിലും അവർക്ക് ന്യായമായ പങ്കുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ നിങ്ങളുടെ സ്വന്തക്കാരിയായിട്ട് അരിയിട്ട് വാഴിക്കാന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. അഖിലോട് ഞാനിതൊക്കെ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എത്ര പാഠങ്ങളുണ്ടാ നിങ്ങൾക്കിത് പഠിക്കുക? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചെന്നാ ഞാൻ വിചാരിച്ചേ. ഇങ്ങനെ ദേഷ്യപ്പെടാനായിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ലായിരുന്നു. അഖില പ്ലീസ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നോടും സഹോദരിമാരോടുള്ള സ്നേഹവും ആത്മാർത്ഥയും കൊണ്ടാ. അല്ലാതെ ആ അങ്ങനെ സഹോദരിമാരോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും പറയണ്ട. ആരോടാ സ്നേഹമെന്നേ എനിക്കറിയാം. കലമ്മയെ കുറിച്ചോർത്ത് ആകാശേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോ പുറമെ നിന്ന് കാണുന്നവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ മനസ്സിലെ നന്മ കൊണ്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നെ. അല്ലായിരുന്നെങ്കിൽ ഞാനിതിനു മുന്നേ ആത്മഹത്യ ചെയ്തേനെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.